കോൺഗ്രസിൻ്റെ ഈ യുവത്വം ഭരണം പിടിക്കും. അടിമുടി മാറ്റത്തിൻ്റെ അതിനൂതന നീക്കത്തിലാണ് കോൺഗ്രസ്. യുവ നേതൃനിരയെ വിന്യസിപ്പിക്കാൻ ദേശീയ നേതൃത്വം തീരുമാനിക്കുകയും രാഹുൽ ഗാന്ധിയുടെ വീക്ഷണത്തിൽ അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയുമാണ്. മുതിർന്ന നേതാക്കൾക്കൊപ്പം തന്നെ യുവ നേതൃത്വം കാഴ്ചവെച്ച പ്രകടനങ്ങളുടെ വിജയമായിരുന്നു തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട് നിലനിർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞത്. കെ കരുണാകരൻ്റെയും വയലാർ രവിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ ദീപ്ത സ്മരണകൾ ഉറങ്ങുന്ന മണ്ണിൻ്റെ കരുത്ത് തൊട്ടറിഞ്ഞ് യുദ്ധസന്നദ്ധരായ കോൺഗ്രസിൻ്റെ യുവനിരയായ വർക്കിംഗ് പ്രസിഡന്റുമാരായി PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവരും KPCC പ്രസിഡന്റായി സണ്ണി ജോസഫും വന്നതിന് പിന്നാലെ കേരള രാഷ്ട്രീയ ഗോധയിൽ ഒരു തിരഞ്ഞെടുപ്പ് സംജാതമാകുകയും ജൂൺ 19 നിലമ്പൂരിൽ നടന്ന ആ തിരഞ്ഞെടുപ്പിൽ അവിടെ തിളങ്ങുന്ന വിജയം കാഴ്ചവെക്കുകയും ചെയ്തതോടെ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്തു. ആ ആത്മവിശ്വാസത്തിലാണ് ജയസാധ്യത കുറഞ്ഞ 30 C ക്ലാസ് മണ്ഡലങ്ങളിൽ യുവമുഖങ്ങളെ മുൻനിർത്തി മത്സര രംഗത്തെ നേരിടാൻ കോൺഗ്രസ് ഇപ്പോൾ തയ്യാറെടുക്കും. ആ C ക്ലാസ് മണ്ഡലങ്ങൾ ഏതൊക്കെ, അവിടങ്ങളിൽ മത്സരിക്കുന്ന യുവ നേതൃത്വം ആരൊക്കെ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഉദുമയിൽ BP പ്രദീപ് കുമാർ, തൃക്കരിപ്പൂരിൽ ജോമോൻ ജോസ്, തളിപ്പറമ്പയിൽ അബ്ദുൾ റഷീദ്, പയ്യന്നൂർ മുഹമ്മദ് ഷമാസ്, കണ്ണൂരിൽ റിജിൽ മാക്കുറ്റി, പേരാമ്പ്ര VR അനൂപ്, കൊയിലാണ്ടി KM അഭിജിത്ത്, കോഴിക്കോട് നോർത്തിൽ വിദ്യാ ബാലകൃഷ്ണൻ, തിരുവമ്പാടി VS ജോയ്, ബാലുശ്ശേരിയിൽ VT സൂരജ്, തവനൂരിൽ അഡ്വക്കേറ്റ് AM രോഹിത്, പട്ടാമ്പിയിൽ റിയാസ് മുക്കോളി, തൃത്താല VT ബൽറാം, തൃശ്ശൂരിൽ സന്ദീപ് വാര്യർ, കുന്നംകുളം സോയ ജോസഫ്, മണലൂർ ശോഭ സുബിൻ, കൊടുങ്ങല്ലൂർ OJ ജനീഷ്, കോതമംഗലം ജിൻഡോ ജോൺ, അമ്പലപ്പുഴ AR കണ്ണൻ, കായംകുളം അരിതാ ബാബു, ചെങ്ങന്നൂർ അബിൻ വർക്കി, പീരുമേട് അലോഷ്യസ് സേവ്യർ, കാഞ്ഞിരപ്പള്ളി ആൻഡ് സെബാസ്റ്റ്യൻ, പുനലൂരിൽ അഡ്വക്കേറ്റ് സഞ്ജയ് ഖാൻ, തിരുവനന്തപുരം സെൻട്രൽ KS ശബരിനാഥ്, കഴക്കൂട്ടം JS അഖിൽ, ചിറയൻകീഴ് BS അനൂപ്, നെടുമങ്ങാട് BRM ഷെഫീർ, വർക്കല MJ ആനന്ദ്, അരുവിക്കര MR ബൈജു. ഈ മണ്ഡലങ്ങളൊക്കെ തന്നെ C ക്ലാസ്സിൽ ഉൾപ്പെടുത്തുകയും അതിൽ ജയസാധ്യത ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. നിർദ്ദിഷ്ട മണ്ഡലത്തിൽ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് കഴിഞ്ഞു. ഇപ്പോൾ തന്നെ അത് ത്വരിതപ്പെടുത്താൻ ഉടൻ തന്നെ യുവമുഖങ്ങൾക്ക് നിർദ്ദേശം നൽകാനുള്ള ഒരുക്കത്തിലുമാണ് ഹൈക്കമാൻഡ്. ഈ പ്രസ്റ്റീജ് പോരാട്ടത്തിന് KPCCക്കൊപ്പം AICC നേരിട്ടെത്തി മേൽനോട്ടം വഹിക്കുമെന്നതിനാൽ പ്രവർത്തകരിലും ഇപ്പോൾ ഒരു വല്ലാത്ത ആവേശം ജനിച്ചിരിക്കുകയാണ്. സംസ്ഥാന നേതൃത്വം ഇപ്പോൾ ഒരു ഹോംവർക്കിലുമാണ്. മണ്ഡലങ്ങളിൽ മുന്നേറാൻ സാധിക്കുന്നവ ഏതൊക്കെ, വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഏതൊക്കെ, ഏറ്റവും കഠിനമായ പോരാട്ടം നടത്തേണ്ടി വരുന്നത് എവിടെയൊക്കെ, ഇങ്ങനെയുള്ള വിശദമായ പട്ടിക തയ്യാറാക്കി മുന്നൊരുക്കം നടത്തുകയാണ് KPCCയും UDFും. സംഘടനാ പ്രവർത്തന മികവും വ്യക്തിത്വ പ്രഭാവവും ഒക്കെ മുൻനിർത്തിയാണ് ഈ പട്ടിക തയ്യാറാക്കിയത് എന്നിരിക്കലും ഇതിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം. കാരണം UDFിലെ വലിയ ഘടകകക്ഷിയായ ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളൊക്കെ ഉള്ളതിനാൽ ഉൾമുന്നണി ചർച്ചകൾക്കൊടുവിൽ മാത്രമേ അന്തിമ പട്ടിക പൂർത്തിയാവൂ എന്നിരിക്കലും ഈ പേരുകൾ തന്നെയാണ് C ക്ലാസ്സിൽ പരിഗണനയിൽ ഉള്ളത്. കോൺഗ്രസിന് അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിച്ച് കയറുകയേ ഇപ്പോൾ നിവൃത്തിയുള്ളൂ. കേരള ചരിത്രത്തിൽ ആദ്യമായി 2ാം തവണയും ഭരണത്തിലേറിയ LDF ഇന്ന് ഭരണവിരുദ്ധ വികാരങ്ങളുടെ ചുഴിയിലാണ്. എങ്കിലും അവർ ലക്ഷ്യം വയ്ക്കുന്ന 3ാം ഭരണം സംഭവിച്ചാൽ UDFന്, കോൺഗ്രസിന് ഒരിക്കലും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവില്ല എന്ന് മനസ്സിലാക്കി കോൺഗ്രസും UDFും ഏത് വിധേനയും ജയിച്ചു കയറാനുള്ള തയ്യാറെടുപ്പിലുമാണ്. അതിൻ്റെ ഭാഗമായാണ് AICCയും
KPCCയും നടപ്പിലാക്കുന്ന പദ്ധതികൾ കേരളത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സത്യ സേവാ സംഘർഷ് എന്ന പേരിൽ സംസ്ഥാന പഠന ക്യാമ്പ് നടത്തിയത്. കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിനുള്ള മുന്നണി പോരാളികളാകണം, അതിന് വാർഡ് തലം മുതൽ പ്രചരണം ശക്തിപ്പെടുത്തണം, കൃത്യമായി മുന്നൊരുക്കങ്ങൾ നടത്തി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ചാൽ മാത്രമേ വിജയിക്കാനാകൂ എന്ന് ക്യാമ്പിൽ വിലയിരുത്തലുകൾ ഉണ്ടായി. ഇവിടെ വെച്ച് തിരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ C ക്ലാസ് മണ്ഡലങ്ങളും അവിടെ മത്സരിക്കാൻ സാധ്യതയുള്ള പട്ടികയും കണ്ടു. അടുത്ത ദിവസം നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിജയസാധ്യത കൽപ്പിക്കുന്നത് ഏതൊക്കെ, ഏറ്റവും കഠിനമായ പോരാട്ടം നടത്തേണ്ടി വരുന്നത് എവിടെയൊക്കെ എന്ന് വിശദമായി വരും ദിവസങ്ങളിൽ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് ഒരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വയ്ക്കട്ടെ. കഴിയുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ആ ബെല്ലൈക്കൺ എനബിൾ ചെയ്യാനും മറക്കാതെ ഓർമ്മിക്കണം.